ഹലോ ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 40കളിൽ എത്തി നിൽക്കുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു ചെറിയ കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. സ്ത്രീകളായ നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ടല്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം, വീട്ടിലെ കാര്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കാര്യം, ബന്ധുക്കളുടെ കാര്യം, നമ്മുടെ ജോലി കാര്യങ്ങൾ. എന്നാൽ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നത് നമ്മളെ തന്നെ ശ്രദ്ധിക്കാനാണ്. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇതെൻ്റെ മാത്രം കാര്യമല്ല, ഒട്ടുമിക്ക സ്ത്രീകളുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ? നമ്മൾ സ്ത്രീകൾ പലപ്പോഴും നല്ല ഭക്ഷണം കഴിക്കുമ്പോൾ, ആരോഗ്യകാര്യമൊക്കെ ശ്രദ്ധിക്കുമ്പോൾ നമുക്കൊരു കുറ്റബോധം തോന്നാറുണ്ടല്ലേ? ഇന്നാകട്ടെ നാളെ ആകട്ടെ. ഞാനും അങ്ങനെ ആയിരുന്നു. ഇന്നാകട്ടെ നാളെ ആകട്ടെ എന്നൊക്കെ മാറ്റി മാറ്റി വെച്ചു. എനിക്കൊരു 3 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്. എൻ്റെ പ്രസവശേഷം എനിക്ക് ശരീരഭാരം കൂടാൻ തുടങ്ങി. ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും എനിക്കുണ്ട്. ഞാൻ ആദ്യം ഒന്നും ശ്രദ്ധിച്ചില്ല. വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി മുന്നോട്ട് പോയി. അപ്പം കുറേ ആയിട്ട് ഭാരം കൂടി തുടങ്ങി. ആദ്യം എനിക്ക് ശരീരത്തിന് നല്ല ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ ശരീരവേദന, അത് കഴിഞ്ഞിട്ട് എനിക്ക് കിതപ്പ്, നടക്കുമ്പോൾ കിതപ്പ്, അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ഞാനതൊന്നും കാര്യമാക്കിയില്ല. എന്നാൽ പെട്ടെന്നൊരു ദിവസം ഞാൻ ഈ വീട്ടിലൊന്ന് സ്ലിപ്പായി വീണു. ഇന്നേക്ക് 3 മാസം മുമ്പാണ്. ഞാൻ 3 ഡോക്ടറിനെ മാറി കാണിച്ചു. ഓർത്തോപെഡിക് ഡോക്ടറിനെ, മരുന്നൊക്കെ കഴിച്ചു, റെസ്റ്റ് പറഞ്ഞു. വീട്ടിലെ സ്ഥിതിയൊക്കെ ഇച്ചിരി ഡിസ്റ്റർബ് ആകാൻ തുടങ്ങി. അന്നാണ് ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്. സ്ത്രീകളുടെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളാണ് വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് അല്ലേ? അപ്പം നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കിയില്ല, നമ്മൾ രോഗിയായി കിടന്നാൽ നമ്മുടെ വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യം ബുദ്ധിമുട്ടായി മാറും. അങ്ങനെ ഞാൻ ഇപ്പം ഒരു ആയുർവേദിക് ഡോക്ടറിനെ കണ്ട് ഇപ്പോൾ 2.5 ആഴ്ചയായി. പിഴിച്ചിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ബസ്തി എടുത്തു. ഇപ്പോൾ എനിക്ക് ഒത്തിരി കുറവുണ്ട്. ഇപ്പോൾ ഡോക്ടർ എന്നോട് അഡ്വൈസ് ചെയ്തൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെയിറ്റ് കുറയ്ക്കണം, ശരീരഭാരം കുറയ്ക്കണം. ഒരു ഡയറ്റ് ചാർട്ടൊക്കെ എനിക്ക് തന്നു. അതുകൂടാതെ കുറച്ച് എക്സസൈസൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. ഇപ്പോൾ അതും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. അകത്തുനിന്ന് കഷായമൊക്കെ കുടിക്കുന്നുണ്ട്. ഡോക്ടറിനെ ഇനിയും ഒരു 10 ദിവസം കഴിഞ്ഞ് ഫോളോ ചെയ്യണം. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം, ഈ 10-20 ദിവസത്തിനകം തന്നെ ഞാൻ ആ ഡയറ്റും കാര്യങ്ങളും ഒക്കെ നോക്കി. ഇപ്പം എൻ്റെ ഒരു 3-4 കിലോയോളം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3-4 കിലോ കുറഞ്ഞപ്പോഴും എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടു. കിതപ്പൊക്കെ മാറി, നടുവേദനയൊക്കെ ഒത്തിരി മാറ്റം വന്നു. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല, ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട്. ഇന്നിത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് എന്നെപ്പോലെ ഒത്തിരി പേര് കാണും. അവർക്ക് ഈ വീഡിയോ ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഒരിക്കലും ലേറ്റല്ല, ഇന്ന് തന്നെ നിങ്ങൾ തുടങ്ങണം. നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തണം. വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, ചെറിയ തുടക്കം മതി. വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് നമുക്ക് ഡയറ്റ് നോക്കാൻ പറ്റും. ആദ്യമായിട്ട് നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി കുറയ്ക്കുക, നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക. അതാണ് ഫസ്റ്റ് കാര്യം. നമ്മൾ ചോറ് കഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുക, കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തുക. പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെങ്കിൽ കൂട്ടാനായിട്ടുണ്ടാക്കി കഴിക്കാം. ഒത്തിരി മസാലയൊന്നും ഇടാതെ, ഒത്തിരി എണ്ണയൊന്നും ഇടാതെ, കുറച്ച് എണ്ണയിട്ട് നമുക്കുണ്ടാക്കി കഴിക്കാവുന്നതാണ്. വെള്ളം കൂടുതൽ കുടിക്കുക, നല്ലപോലെ ഉറങ്ങുക, മാനസിക സമ്മർദ്ദം കുറയ്ക്കുക. നമ്മൾ ചിന്തിച്ചിട്ട് ഒന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരാൻ പോകുന്നില്ല അല്ലേ? അതൊക്കെ മാറ്റങ്ങളൊക്കെ പടിപടിയായി വന്നോളും. ആദ്യം നിങ്ങളൊരു സ്റ്റെപ്പ് എടുക്കാൻ തയ്യാറാണെങ്കിൽ ബാക്കി എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളും. എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും ഒരു 30 മിനിറ്റ് ദിവസവും നമുക്ക് വേണ്ടി കണ്ടെത്താൻ ശ്രമിക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് ആക്കാം, പിന്നെ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞത് 15 മിനിറ്റ്, അങ്ങനെ 5-5 മിനിറ്റ് കൂട്ടി ഒരു 30 മിനിറ്റെങ്കിലും നമുക്ക് വോക്ക് ചെയ്യാം. ഒരു 10 മിനിറ്റ് നമുക്ക് വീട്ടിൽ തന്നെ ചെറിയ എക്സസൈസ് ചെയ്യാം. ഞാൻ പറയുന്നില്ല ജിമ്മിൽ പോകണമെന്നും, എല്ലാവർക്കും അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പം നമ്മൾ ചിന്തിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റും. പലപ്പോഴും നമ്മൾ പല എക്സ്ക്യൂസും പറഞ്ഞ് നമ്മൾ മാറ്റിവെക്കും. അപ്പം ഞാൻ ഇന്ന് പറയുന്നത്, നമ്മുടെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ആരോഗ്യത്തോടെ ഇരുന്നെങ്കിൽ മാത്രമേ നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികൾ ആരോഗ്യത്തോടെ ഇരിക്കത്തുള്ളൂ അല്ലേ? നമ്മൾ സന്തോഷത്തോടും ആരോഗ്യത്തോടും ഇരിക്കുമ്പോഴാണ് നമ്മുടെ കൂടെയുള്ള നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തികളും സന്തോഷത്തോടും ആരോഗ്യത്തോടും ഇരിക്കുന്നത്. അപ്പം ഇന്ന് തന്നെ തുടങ്ങാം. പുതിയൊരു വീഡിയോയുമായി കാണുന്നിടം വരെ ബൈ.